ചിരകിയ തേങ്ങ നിങ്ങൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറുണ്ടോ? എങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. നമ്മൾ ചിരകിയ തേങ്ങ ഫ്രീസറിൽ വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ അത് കട്ടിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു പ്ലേറ്റിൽ നിരത്തിയിട്ട് ആദ്യം ഫ്രീസറിൽ 1 മണിക്കൂറെങ്കിലും ചിരകിയ തേങ്ങ വെക്കുക. 1.5 മണിക്കൂർ വെക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്, അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ എന്തായാലും വെക്കാട്ടോ. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ കുറച്ചൊന്ന് കട്ടിയാവും. എന്നിട്ട് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു കണ്ടെയ്നറിലോ അല്ലാന്നുണ്ടെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ ഒക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് പിന്നെ എത്ര ദിവസം കഴിഞ്ഞാലും അത് ഒട്ടിപ്പിടിക്കില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഐസ് പോകാനൊക്കെ വെയിറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടൊക്കെ ഇളക്കി കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇതുപോലത്തെ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ടാണ് വെക്കുന്നത്. ഇത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു 2 ദിവസം ഫ്രീസറിൽ വെച്ചിട്ടുള്ള തേങ്ങയാണ്, നേരത്തെ നമ്മൾ കാണിച്ച പോലെ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഒന്നും ഉണ്ടാവുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വാരിയെടുത്ത് ഈ ഒരു രീതിയിൽ റംസാനിലാണെങ്കിലും ഗൾഫിലോട്ട് കൊണ്ടുപോകാനാണെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. എത്ര ദിവസം വെച്ചാലും ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫ്രോസൺ സ്നാക്കൊക്കെ ഇതുപോലെ തന്നെയാണ് വെക്കാറുള്ളത്. സ്നാക്ക് എന്തായാലും 1.5 മണിക്കൂർ പ്ലേറ്റിൽ നിരത്തിയിട്ട് വെക്കുക. ഈ ഒരു തേങ്ങ 1 മണിക്കൂർ വെച്ചാലും മതി. ചെറിയ പ്ലേറ്റിലൊക്കെ വെക്കുമ്പോൾ 1 മണിക്കൂർ വെച്ചാലും മതി. സ്നാക്കാണെങ്കിൽ 1.5 മണിക്കൂർ എന്തായാലും വെക്കാം കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതുപോലെ തന്നെ കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു കവറിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കിലുക്കം ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ സ്നാക്കും നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വെച്ചാലും നമുക്ക് പിന്നീട് നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഒട്ടിപ്പിടിച്ച പോലൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.